നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ജീവിതശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിതശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നല്ല പ്രഭാതത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നാഥൻ്റെ മുൻപാകെ ശിരസ് നമിച്ച് മനസ്സ് സമർപ്പിച്ച് ഈ നല്ല പ്രഭാതത്തിങ്കൽ തിരുവിഷ്ടത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. നാം ഈ ദിവസങ്ങളായി യൂദായുടെ ലേഖനത്തെ
വാക്യം പ്രതിവാക്യമായി ധ്യാനിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളായി നാം യൂദായുടെ ലേഖനത്തിലെ 4 വാക്യങ്ങളെ നാം കാണുകയുണ്ടായി. കഴിഞ്ഞ ദിവസം നമ്മൾ 4-ാം വാക്യത്തിൽ നുഴഞ്ഞുകയറ്റക്കാരെയാണ് കണ്ടത്. അൺനോട്ടീസ്ഡ് ക്രീപ്പേഴ്സ്. നമ്മളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട്, നമ്മളുടെ ശ്രദ്ധക്കുറവിൻ്റെ മുതലെടുത്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ പ്രസ്ഥാനത്തിൽ, നമ്മുടെ സഭകളിൽ നുഴഞ്ഞു കയറി വരുന്നവരെ, അവരോടുള്ള യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് നാം കണ്ടു. ഇന്ന് നമ്മൾ അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് കയറുകയാണ്. 5-ാം വാക്യം ഇങ്ങനെയാണ് എഴുതുന്നത്: നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ആ വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗം മാത്രം നമുക്കൊരിക്കൽ കൂടെ വായിക്കാം ഒരുമിച്ച്. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ. ഇവിടെ ആ ജനത്തെക്കുറിച്ച് പറയുകയാണ്. ജനം സകലവും അറിഞ്ഞവരാണ്. പക്ഷേ ഇവിടെ യൂദാസ്ലീഹ തൻ്റെ ആഗ്രഹം പറയുകയാണ്, നിങ്ങൾ ഓർക്കുന്നവരായിരിക്കണം. അറിവുള്ള ജനം ഓർമ്മയുള്ള ജനമായിരിക്കണം. യൂദാസ്ലീഹ ഈ ലേഖനം അവർക്ക് എഴുതുമ്പോൾ അവർ ഓൾറെഡി അറിവുള്ളവരാണ്. പക്ഷെ അറിവുള്ള ജനത്തെ ഓർമ്മയുള്ളവരാക്കി തീർക്കുക എന്നുള്ളതാണ് ഇവിടെ യൂദാസ്ലീഹ ആഗ്രഹിക്കുന്ന വിഷയം. അറിവുള്ള ജനത്തെ ഓർമ്മയുള്ള ജനമാക്കി തീർക്കുക. എന്നോട് ചേർന്നൊന്ന് പറയാമോ? അറിവുള്ളവർ ഓർമ്മയുള്ളവരായിരിക്കണം. അറിവുള്ളവർ ഓർമ്മയുള്ളവരായിരിക്കണം. ജീവിതത്തിൽ നാം ഓർമ്മയുള്ളവരായിരിക്കുക, ഓർമ്മിപ്പിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിരിക്കുന്ന വിഷയമാണ്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ 2 അനുഭവം ഉണ്ടാകണം. ഒന്ന്, അവൻ ഓർമ്മിപ്പിക്കുന്നവനാകണം. 2, അവൻ ഓർക്കുന്നവനാകണം. ഇവിടെ യൂദ പറയുകയാണ്, എൻ്റെ ആഗ്രഹം നിങ്ങളെ ഓർമ്മിപ്പിക്കണമെന്നുള്ളതാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ മറന്നു പോകരുത്. ആരെങ്കിലും മറന്നുപോയാൽ നിങ്ങൾ അവരെ ഓർപ്പിക്കുകയും ചെയ്യണം. ഓർമ്മയുള്ളവരായിരിക്കുക, ഓർപ്പിക്കുന്നവരായിരിക്കുക. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഓർമ്മയുള്ളവരായിരിക്കുക, ഓർപ്പിക്കുന്നവരായിരിക്കുക. ഓർപ്പിക്കുക എന്ന് പറയുമ്പോൾ ആരെയൊക്കെ ഓർപ്പിക്കണം? 2 കൂട്ടരെ ഓർപ്പിക്കണം. ഒന്ന്, ദൈവത്തെ ഓർപ്പിക്കണം. 2, മനുഷ്യരെ ഓർപ്പിക്കണം. ദൈവത്തെ ഓർപ്പിക്കണം, മനുഷ്യരെ ഓർപ്പിക്കണം. യെശയ്യാപ്രവചനം 62-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവയെ ഓർപ്പിക്കുന്നവരെ, റിമൈൻഡ് ഗോഡ്. ദൈവമേ എന്നെ ഓർക്കണമേ. സങ്കീർത്തനക്കാരൻ ആരാധനകളിലൊക്കെ പറയുകയാണ്, എന്നെ ഓർക്കണമേ, എന്നെ ഓർക്കണമേ. റിമൈൻഡ് ഗോഡ്. ദൈവത്തെ ഓർപ്പിക്കുക. 2, നമ്മുടെ തലമുറകളെ, നമ്മുടെ കൂടെയുള്ളവരെ ഓർപ്പിക്കുക. എലീശയുടെ മേൽ പുതപ്പെറിഞ്ഞ എലീശ പോകുമ്പോൾ ഏലിയാവ് വിളിച്ചു നിർത്തി പറഞ്ഞു, എലീശ നീ പോയി വരിക, പക്ഷേ ഞാൻ നിന്നോട് പറയുന്നു, നീ മറന്നു പോകരുത്, ഓർത്തുകൊള്ളണം. ഓർപ്പിക്കുന്ന ഏലിയാവ്. റിമെമ്പർ ആൻഡ് റിമൈൻഡ്. റിമെമ്പർ ആൻഡ് റിമൈൻഡ്. ദൈവം ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്ന വിഷയം തന്നെ 78-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ അവർ അവൻ്റെ പ്രവർത്തികളെ വേഗത്തിൽ മറന്നുപോയി എന്നുള്ളതാണ്. അവരുടെ പരാജയം തന്നെ, അവരുടെ ജീവിതത്തിൻ്റെ തകർച്ച തന്നെ അവർ വേഗത്തിൽ മറന്നുവെന്നുള്ളതാണ്. ദൈവത്തിന് അവരോട് നീരസം തോന്നുവാൻ തക്കവണ്ണം അത് കാരണമായി തീർന്നു. മറന്നു പോകരുത്. അതുകൊണ്ടാണ് 103-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ പറയുകയാണ്, എന്മനമേ ദൈവത്തിൻ്റെ ഉപകാരങ്ങളെ ഒന്നും മറക്കരുത് എന്ന് പറയുകയാണ്. നമ്മൾ മറക്കുന്നവരല്ല, നമ്മൾ ഓർക്കുന്നവരായിരിക്കണം, ഓർപ്പിക്കുന്നവരായിരിക്കണം. നമ്മുടെ ഓർമ്മയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ നമ്മളെ ജയിപ്പിക്കുന്നത്. ഏലാത്താഴ്വരയിൽ 2 മനുഷ്യർ നിൽക്കുകയാണ്, ശൗലും ദാവീദും. ഇവരുടെ 2 പേരുടെയും ചരിത്രം നോക്കിയാൽ 2 പേരും നല്ല ചരിത്രമുള്ളവരാണ്. ശൗലിനെ സംബന്ധിച്ച് ശമൂവേലിൻ്റെ കയ്യാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ, ദാവീദിനെ സംബന്ധിച്ചും ശമൂവേലിൻ്റെ കയ്യാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ. ദാവീദിനെ സംബന്ധിച്ച് സിംഹത്തെയും കരടിയെയും കൊന്നവൻ. എന്നാൽ ശൗൽ അതിനു മുമ്പേ യുദ്ധങ്ങളെ ജയിച്ചവൻ. പക്ഷെ ശൗലിൽ നിന്ന് വിറയ്ക്കുകയാണ്, ദാവീദിൽ നിന്നിങ്ങനെ ഊറ്റം കൊള്ളുകയാണ്. എന്താ കാരണം? ശൗലിൻ്റെ ജീവിതത്തിൽ ദൈവപ്രവർത്തികളെ ഓർക്കാൻ കഴിയുന്നില്ല. പക്ഷെ ദാവീദ് നിന്നിങ്ങനെ പവർനകത്ത് നിൽക്കുകയാണ്. കാരണം ദാവീദിൻ്റെ ഹൃദയം മുഴുവനും ദൈവം ചെയ്ത, തന്നിൽ കൂടെ ചെയ്യിച്ച വീര്യപ്രവർത്തികളെ കുറിച്ചുള്ള ഓർമ്മകളാണ്.
അതാണ് ശത്രുവിൻ്റെ മേൽ ജയമെടുക്കുവാൻ കാരണമായി തീർന്നത്. ഓർമ്മയില്ലാത്തവൻ വീട്ടിൽ പോയപ്പോൾ അസൂയയുമായിട്ട് പോയി. ഓർമ്മയുള്ളവൻ വീട്ടിൽ പോയപ്പോൾ അവൻ മഹത്വമുള്ളവനായി, മാന്യതയുള്ളവനായി പോയി. ശൗൽ വീട്ടിലേക്ക് പോയപ്പോൾ അസൂയയുള്ളവനായിട്ടാണ് പോയത്. ദാവീദ് വീട്ടിലേക്ക് പോയപ്പോൾ മഹത്വമുള്ളവനായിട്ടാണ് പോയത്. ഓർമ്മയുള്ളവൻ മഹത്വമുള്ളവനായി പോകുമ്പോൾ ഓർമ്മയില്ലാത്തവൻ അസൂയയുള്ളവനായി പോവുകയാണ്. ഒരാള് ഡിവൈൻ ഗ്ലോറിക്കകത്ത് പോകുമ്പോൾ ഒരാള് നെഗറ്റീവ് ഡിമോണിക് ക്യാരക്ടറിനകത്ത് പോവുകയാണ്. ഓർമ്മയാണ് അവൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചത്. നമ്മൾ ഓർമ്മയുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇസ്രായേലിനെ ദൈവം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. പുറപ്പാട് പുസ്തകം 12:14 ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ വർഷം തോറും പെസഹ ആചരിക്കണം, കാരണം ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചുവെന്ന് നിങ്ങളുടെ വരും തലമുറകളൊക്കെയും ഓർക്കണം. കേട്ടോ, ദൈവം പെസഹ കൊടുക്കുമ്പോൾ എന്താ പറയുന്നത്? അവർ ഓർക്കണമെന്നാണ് പറയുന്നത്. വീണ്ടും പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്, നിങ്ങളുടെ പാളയത്തിൽ മഞ്ഞു മാറുമ്പോൾ നിങ്ങൾ കണ്ട് പെറുക്കിയെടുക്കുന്ന മന്നയില്ലേ, ആ മന്ന നിങ്ങൾ എടുത്ത് പൊൻപാത്രത്തിലിട്ട് നിയമപ്പെട്ടകത്തിനകത്ത് സൂക്ഷിച്ചു വെക്കണം. നിങ്ങൾ മറന്നു പോകരുത്. മരുഭൂമിയിൽ വിതയും കൊയ്ത്തുമില്ലാത്ത കാലത്ത് ഞാൻ നിങ്ങളെ പോറ്റി പുലർത്തി എന്ന് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ പെസഹ ആചരിക്കണം, ഞാൻ നിങ്ങളെ വിടുവിച്ചുവെന്ന് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ മന്ന സൂക്ഷിച്ചു വെക്കണം, ഞാൻ നിങ്ങളെ പോറ്റി പുലർത്തി എന്ന് നിങ്ങൾ മറന്നു പോകരുത്. യോശുവയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ ദൈവം യോശുവയുടെ അടുക്കൽ പറഞ്ഞു, യോർദാനിൽ പുരോഹിതന്മാർ നിന്ന ഇടത്തുനിന്ന് നീ കല്ലുകളെ പെറുക്കിയെടുത്ത് നീ നിന്റെ പട്ടണത്തിൽ കൊണ്ടുവയ്ക്കണം. ജ്ഞാപക കല്ലുകൾ, ഓർമ്മക്കല്ലുകൾ. കാരണം നിന്റെ തലമുറകൾ മറന്നു പോകരുത്. പ്രതികൂലങ്ങളെ ഞാൻ കടക്കുമാറാക്കി, പ്രതിസന്ധികളെ ഞാൻ കടക്കുമാറാക്കി, യോർദാനെ ഞാൻ കടക്കുമാറാക്കി എന്നുള്ളത് നീ മറന്നു പോകരുത്. കണ്ടോ, ഞാൻ നിന്നെ വിടുവിച്ചുവെന്ന് നീ മറന്നു പോകരുത്. 2, ഞാൻ നിന്നെ പോറ്റി പുലർത്തി എന്ന് നീ മറന്നു പോകരുത്. 3, ഞാൻ നിന്നെ മറികടക്കുമാറാക്കി എന്ന് നീ മറന്നു പോകരുത്. മഹാപുരോഹിതന്റെ വസ്ത്രത്തിൽ ഏഫോദിനോട് ചേർത്ത് മാർപ്പതക്കത്തിൽ 12 കല്ലുകളുണ്ട്, രത്നക്കല്ലുകൾ. 4 വരിയായി 3 കല്ലുകൾ, 4x3 12 കല്ലുകളുണ്ട്. അതിങ്ങനെ മാറിൽ കെട്ടിവെച്ചുകൊണ്ടാണ് മഹാപുരോഹിതൻ ദൈവത്തിന് മുൻപാകെ നിൽക്കുന്നത്. എന്തിനാണിത് കിട്ടുന്നതെന്നറിയാമോ? 12 ഗോത്രങ്ങളെയും ഓർക്കുന്നു, ഹൃദയത്തിൽ വഹിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം. ഇവിടെ യൂദ പറയുകയാണ്, നിങ്ങൾ അറിവുള്ളവരാണ്, പക്ഷേ നിങ്ങൾ ഓർമ്മയുള്ളവരായിരിക്കണം. ദൈവം ചെയ്ത നന്മകളെ ഓർക്കണം, അനുഗ്രഹങ്ങളെ ഓർക്കണം, കൃപകളെ ഓർക്കണം, ദൈവം നൽകിയ വിടുതലുകളെ ഓർക്കണം, പോറ്റിപ്പുലർത്തിയ വിധങ്ങളെ ഓർക്കണം, കടത്തിയ വിധങ്ങളെ ഓർക്കണം. മാത്രമല്ല, ദൈവം ഇസ്രായേലിൻ്റെ അടുക്കൽ പറഞ്ഞു, അമാല്യക്കരും ഏദോമ്യരും മോവാബ്യരും വഴിയാത്രയിൽ നിന്നോട് ചെയ്തത് നീ മറന്നു പോകരുത്, നീ മറന്നു പോകരുത്. കാരണം ആ സംഭവങ്ങളെ ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടിരിക്കുന്നു. ശത്രു നിങ്ങൾക്കെതിരെ പയറ്റിയ യുദ്ധങ്ങൾ, അവൻ്റെ തന്ത്രങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് യൂദാ അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്, നിങ്ങൾ സകലവും ഒരിക്കൽ അറിഞ്ഞവരാണ്, പക്ഷേ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നമ്മൾക്ക് ഓർമ്മയുള്ളവരായിരിക്കാം. 2, നമ്മൾക്ക് ഓർമ്മിപ്പിക്കുന്നവരാകാം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഓർപ്പിക്കണം. മക്കളെ, ഒന്നുമില്ലായ്മയിലും ദൈവം നമ്മളെ ഇവിടെ വരെ കൊണ്ടുവന്നില്ലേ? ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളിൽ നമ്മൾ വന്നില്ലേ? അവിടെയൊക്കെ ദൈവം നമുക്ക് വേണ്ടി എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ഇന്നലകളിൽ ആടി ഉലഞ്ഞില്ലേ? ഇന്നലകളിൽ തോണി മുങ്ങിയെന്ന് തോന്നിയില്ലേ? ഇന്നലകളിൽ വേരോടെ പറഞ്ഞു പോയെന്ന് തോന്നിയില്ലേ? ഇന്നലകളിൽ തകർന്ന് തരിപ്പണമായെന്ന് തോന്നിയില്ലേ? അവിടെയൊക്കെ അപ്പൻ താങ്ങിയില്ലേ? അവൻ കരുതിയില്ലേ? അവിടുന്ന് വിടുവിച്ചില്ലേ? അവിടുന്ന് പുലർത്തിയില്ലേ? അവിടുന്ന് മറികടക്കുമാറാക്കിയില്ലേ? മറന്നു പോകരുത്, മറന്നു പോകരുത്. ഇന്ന് ഏതോ ചില പ്രതിസന്ധികൾ വന്നപ്പോൾ എല്ലാം അവസാനിച്ചെന്ന് തോന്നുമല്ലേ? ആരോ എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാം തീർന്നെന്ന് തോന്നുമല്ലേ? എവിടെയോ ചില പാളിച്ചകൾ പറ്റിയപ്പോഴത്തേക്ക് ഇനിയില്ല എന്ന് തോന്നുമല്ലേ? ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുന്നു, നിങ്ങൾ ഓർമ്മയുള്ളവരായിരിക്കുവീൻ, ഓർപ്പിക്കുന്നവരുമായിരിക്കുവീൻ. മനമേ, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്, മറക്കരുത്, മറക്കരുത്. നമുക്കൊരു കാര്യം ഇന്ന് പകൽ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കാം.
എൻ്റെ രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ദൈവത്തെ ഓർക്കും, അവൻ്റെ സാക്ഷ്യങ്ങളെ ഓർക്കും. ഇന്നൊരു പ്രാർത്ഥനയിൽ ചില സമയങ്ങളൊന്ന് വേറിട്ടെ, ഒന്ന് സെപ്പറേറ്റ് ചെയ്തേ. ടു റിമെമ്പർ, ടു മെഡിറ്റേറ്റ് ദ പ്രീവിയസ് ഡേ. ഞാൻ പണ്ടത്തെ നാളുകളെ ഒന്ന് ഓർക്കുന്നു. നിങ്ങളുടെ ബാല്യത്തിലേക്കൊന്ന് ഓർത്താട്ടെ, കൗമാരത്തിലേക്കൊന്ന് ഓർത്താട്ടെ, യൗവനത്തിലേക്കൊന്ന് ഓർത്താട്ടെ. ഇന്നലകളിൽ ദൈവം നല്ലവനല്ലായിരുന്നോ? വിശ്വസ്തനല്ലായിരുന്നോ? നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം, പക്ഷേ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ മറന്നുപോയി. അതുകൊണ്ട് യൂദാസ്ലീഹ പറയുക, നിങ്ങൾ സകലവും അറിഞ്ഞവരെങ്കിലും ഞാനിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പുതിയൊരു കാര്യം പറയാനല്ല, അറിഞ്ഞവരെ നിങ്ങൾ ഓർമ്മയുള്ളവരായിരിക്കണം. ഇന്ന് പകൽ ഞാൻ ഒറ്റ വാക്കിനെ വിരൽ ചൂണ്ടി പറഞ്ഞ് നിർത്തുകയാണ്. ഓർമ്മയുള്ളവരായിരിപ്പീൻ, ഓർപ്പിക്കുന്നവരായിരിപ്പീൻ. ദൈവം നമ്മോട്